ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നുള്ളപ്പോൾ കൊണ്ടോട്ടി ഉബ്ബക്കലാണ്. അപ്പോൾ നാളെ ഇവിടെ കൊടിയേറ്റാണ്. കൊണ്ടോട്ടി ആർച്ചിൻ്റെ തുടക്കമാണ്. അപ്പോൾ നാളെ കൊടിയേറ്റാണ്. അപ്പോൾ നമുക്കിവിടെ തങ്ങളുണ്ട്. അപ്പോൾ തങ്ങളോടൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. തങ്ങളൊന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് നാളത്തെ പരിപാടി കാര്യങ്ങളൊക്കെ? നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖിൻ്റെയും അജ്മീർ ഖാജാൻ്റെയും പേരിലുള്ള കൊടിയേറ്റാണ് നാളെ 30-ാം തിങ്കളാഴ്ച വൈകുന്നേരം 5:30 മണി അതിന് സംഭവം നടക്കും. അത് തങ്ങളുടെ കുടുംബങ്ങളും നാട്ടുകാരും മുരീദന്മാരും അസംസ്കാരം കഴിഞ്ഞിട്ട് മുരീദന്മാരും തങ്ങളുടെ കുടുംബങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് മക്കാമിനെ ഒന്ന് സിയാറത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ചന്ദനത്തിൽ കൈ മുക്കിയിട്ട് സ്ഥാനികൻ മുസ്താഖ് ഷാ വലിയ തങ്ങൾ തുടങ്ങും. അതാണ് നാളെ സ്റ്റാർട്ട് ചെയ്യുക. നേർച്ചൻ്റെയും കൂടി തുടക്കമാണ്. കുറേ കാലത്തിന്റെ ശേഷമാണല്ലോ ഇപ്പോഴൊക്കെ പരിപാടി ഉണ്ടാകാൻ തുടങ്ങിയത് അല്ലേ? തീർച്ചയായിട്ടും അത് ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നായിരുന്നു അല്ലേ? ഇനി നിൽക്കണ ഇതൊന്നുമില്ല. അപ്പൊ ഏതായാലും ഈ മാസം നാളെ കൊടി വരുന്നാണ്ട് പിറ്റത്തെ മാസം ഒരു മാസം 2 ദിവസമാണ്. ഒരു മാസവും 2 ദിവസമാണ് ചെയ്തു വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം മൂന്നാമത്തെ ദിവസം പിന്നെ തൂക്ക് പൊട്ടിച്ച് പിറ്റേന്ന് വള്ളട്ടക്കാരെ വരവ്, പിന്നെ 2 ദിവസം വലിയ നേർച്ച. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പിന്നെ വരവ് തട്ടാമ്പറ്റി വരവ്, സ്വാമിമാരെ വരവ് എന്ന് പറയും. അത് ലാസ്റ്റ് ദിവസമല്ലേ തങ്ങളുണ്ടാവും? ഏറ്റവും ലാസ്റ്റ് മൈത്രി ഭാഗമായിട്ടും ഒരു വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് അത് കഴിഞ്ഞോടുകൂടി വരവൊക്കെ നിന്ന് പിന്നെ ചന്ദനെടുക്കൽ കർമ്മം, ഖാദിരി ജിസ്തി ത്വരീഖത്തിന്റെ അതോടുകൂടി സമാപനം കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകൾ. കൊണ്ടോട്ടിക്കാര് നോക്കുന്നതായിട്ട് നമ്മളെ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ കാണാണ് കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്നത്. ഇപ്പത്തെ തലമുറക്കും ഭയങ്കര സംഭവമാണ് അല്ലെ? അതേമാതിരി എല്ലാ മതസ്ഥരും കൂടി വരുന്നൊരു ആചാരമാണ്. ഒരു സൂഫി ആയതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം. അത് മാത്രമല്ല പിന്നെ മതാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഖത്തമുൽ ദുആ എന്ന് പറയും. ഖത്തമുൽ ദുആ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മാസത്തിൻ്റെ ഇടയിൽ ഖത്തമുൽ ദുആ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേർച്ച എന്ന് പറഞ്ഞ സമ്പത്തേക്ക് എത്തിപ്പെടുക. ഇത് കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം മക്കാമിൽ ഇരുന്നിട്ട് ആരൊക്കെ കൂടി എല്ലാവരും വന്നാണ്ട് ഖത്തം ഓതി പിന്നെ ദുആർക്കൽ ഖത്തം ഓതലാണ്. പിന്നെ അതിൻ്റെ ദുആയാണ് ചന്ദനം എടുത്തിട്ട് ലോക സമാധാനത്തിനും ലോക ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പിന്നെ സിൽസില പാരായണം നടത്തി ദ്വാരന്ന് പിരിയലാണ് ചെറിയൊരു കൊണ്ടോട്ടി നേർച്ച. ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞത്. പിന്നെ അത് നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ.